എല്ലാവർക്കും നമസ്കാരം. സദൃശ്യവാക്യം 18:21 പറയുന്നു, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അവയിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ജീവനും മരണവും നമ്മുടെ നാവിന്മേൽ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോ ചെയ്തിരുന്നു, വാക്കിൻ്റെ പവർ അല്ലേ, ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ നാവിൻ്റെ അധികാരത്തിലാണ് എന്തിരിക്കുന്നത്? ജീവനും മരണവും. അത് നിൻ്റെ നീ ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ ആർക്ക് തീരുമാനിക്കാം? നിനക്ക് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് പറയണോ, നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവ് പറയണോ എന്ന് ആർക്ക് തീരുമാനിക്കാം? നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം. അതിനുള്ള അധികാരം ആര് തന്നിട്ടുണ്ട്? ദൈവം നമ്മളുടെ നാവിന്മേൽ പകർന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഫലം അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇങ്ങനെ വളരെ വിഷമത്തോടെ സംസാരിക്കുവാനായിട്ട് ഇടയായി. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, അവരൊരു ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയും ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവർ എന്നോട് സംസാരിച്ചതിനകത്ത് പറഞ്ഞത്, ഇവർ ആ ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കുറച്ച് വിഷയങ്ങളുടെ മുഖത്താണ് അപ്പോൾ അവരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചതാണ്. അന്നേരം ആ ദേവദാസൻ പറഞ്ഞു, എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്? അവർ വർഷത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, അപ്പോൾ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിയില്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അല്ലായിരുന്നെങ്കിൽ എന്താണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ വിശ്വാസത്തിലോട്ട് വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഏതാണ്ടൊക്കെ നെഗറ്റീവുകളൊക്കെ ഈ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നോട് വന്ന് പറഞ്ഞു, ഒത്തിരി വിഷമത്തോടെ പറഞ്ഞു, എടോ അപ്പം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ, അപ്പോൾ ഞാനിതിനകത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ലേ എന്നൊക്കെ വരെ ആ സഹോദരി എന്നോട് ചോദിക്കുവാനിടയായി. എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം എനിക്ക് തോന്നി. ആരോടാണ്? എനിക്ക് ആ ദേവദാസനോട് തോന്നി. കാരണം ഒരു പാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ദേവദാസൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരാളെ വിശ്വാസത്തിൽ നിന്ന് തള്ളിക്കളയുകയല്ല, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിപതറിപ്പോയവരെ അതിൽ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഓരോ ദൈവദാസന്മാരുടെയും ഓരോ ദൈവദാസിമാരുടെയും ഓരോ ദൈവ പൈതങ്ങളുടെയും ചുമതല എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, പേടിക്കണ്ട, പുള്ളിയിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വെച്ചിട്ട് പുള്ളി സംസാരിച്ചതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി നെഗറ്റീവ് പറയാൻ ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് പുള്ളി അതിൻ്റെ ഫലം അനുഭവിച്ചോളും. അതുകൊണ്ട് സഹോദരി അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ കരത്തിൽ ആരെ രക്ഷിക്കണം? ഓർക്കുക, പുതിയ നിയമം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അത് കൂട്ടമായിട്ടുള്ള ഒരു രക്ഷയല്ല. അതെന്താണ്? അത് ഇൻഡിവിജ്വലാണ്. രക്ഷ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. എന്ന് വെച്ചാൽ നിനക്ക് രക്ഷ വേണം, നീ മുന്നിട്ടിറങ്ങിക്കോണം. ഇനി അടുത്ത നിന്റെ കുടുംബത്തിലുള്ളവർക്ക് രക്ഷ വേണം, അവർ മുന്നിട്ടിറങ്ങിക്കോണം. പിന്നെ അവരോട് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് പറയുക, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ദൈവം കണ്ടിട്ടുണ്ട് എങ്കിൽ ദൈവം ഏത് വിധത്തിലാണെങ്കിലും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി ഇതിനെല്ലാം അപ്പുറമായിട്ട് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയുമോ? ഒരു ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് വിശുദ്ധ ബൈബിളിനകത്ത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പൂർണ്ണസംഖ്യ തികഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? ദൈവം മണവാട്ടി സഭയെ അങ്ങോട്ട് എടുക്കും. എന്ന് വെച്ചാൽ ആ സംഖ്യ കുറഞ്ഞു പോകത്തില്ല, അതിനകത്ത് കൂടി പോകത്തുമില്ല. അതുകൊണ്ട് ആരൊക്കെ ആ പൂർണ്ണസംഖ്യക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി എന്താണ്? രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുന്നുണ്ടോ? അതുമില്ല. കാരണം ദൈവത്തിൻ്റെ വരവിൻ്റെ സമയത്ത് എത്ര പേര്, അതായത് ആ നമ്പേഴ്സ് തികഞ്ഞിരിക്കുന്നു. വേറെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര പേര് അതിനകത്ത് ഒരുങ്ങിയിരിക്കുന്നു അത്രയും പേരെ ദൈവം അങ്ങ് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണസംഖ്യ എന്നൊരു കണക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് വെച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റും. എന്താണ്? അതല്ലേ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക, അല്ലെ? കർത്താവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വചനമൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇനി ദൈവത്തിനൊരു സമയമുണ്ട്. ഓരോരുത്തരെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിൻ്റെ സമയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഇനിയും നമ്മളുടെ എന്തിനേറെ പറയുന്ന 14 ലേഖനങ്ങൾ എഴുതിയതാണ് നമ്മുടെ അപ്പസ്തോലനായ പൗലോസ്, അല്ലേ? അപ്പോൾ ഈ പൗലോസിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. എന്താ പറയുക, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്നുള്ളതൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതല്ലാതെ പുള്ളിയുടെ പേരൻസോ ഒക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പൗലോസ് യേശുക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയത് ഇവരും പുറകെ വന്ന് യേശുക്രിസ്തുവിനെ രക്ഷകന നാഥനുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ടു എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ അപ്പസ്തോലന്മാരുടെ എല്ലാവരുടെയും ഒന്നും കുടുംബ ചരിത്രമൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇനി അവർ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. ഓർക്കുക, പുതിയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുൻപിൽ തകർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്,
പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സ്പോട്ടിൽ അതിനെ ക്യാൻസൽ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള തിരുനാമശക്തിയാൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്കെതിരെ വീണിരിക്കുന്ന സകല നെഗറ്റീവ് വാചകങ്ങളും, അല്ലെങ്കിൽ ഈ ദേവദാസന്റെ വായിൽ നിന്ന് എനിക്കെതിരെ വീണിരിക്കുന്ന നെഗറ്റീവ് വാചകത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു സ്പോട്ടിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് നമ്മൾ എന്താ പറയുക, ജയം പ്രാപിച്ചെടുത്തോണം. കാരണം ഈ എപ്പോഴും ഈ നമ്മളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്നത് ആരാണ്? അത് പിശാചാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. ഇനി എന്തൊക്കെ നമ്മൾക്കൊരു മുന്നറിയിപ്പോ വാണിങ്ങോ തന്നാലും അതിനകത്തൊരു വിടുതലും കൂടെ ദൈവം പറയും, അല്ലേ? നമ്മൾ നല്ല ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്ന പ്രവാചകന്മാരെ വിളിച്ചു നോക്കിക്കും, അവരെന്ത് ചെയ്യും? അവർ നമ്മളോട് നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പറയും. നീ ഇന്ന കാര്യത്തിൽ ക്രമപ്പെട്ടില്ലെങ്കിൽ നിനക്ക് ഇന്നത് സംഭവിക്കുമെന്ന് പറയും. അവിടെ നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾക്കൊരു ക്രമപ്പെടുവാനുള്ള, നമ്മൾക്കല്ലെങ്കിൽ രക്ഷപ്പെടുവാനുള്ള ഒരു ടോപ്പിക് അവിടെ ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾക്ക് വാണിങ് തരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് നീ തീർന്നു പോകത്തുള്ളൂ, അല്ലെങ്കിൽ നീ നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് ഏതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദൈവം നമ്മളോട്, ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലേ? കാരണം എല്ലാത്തിനകത്തും എന്തെങ്കിലും ദൈവം പറഞ്ഞാൽ അതിന് എന്താണ്, അത് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എല്ലാത്തിനകത്തും ഒരു കണ്ടീഷനും കൂടെ ദൈവം വെച്ചിട്ടുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഞാൻ ആ പുള്ളിക്കാരത്തോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ആ പുള്ളിയുടെ നമ്പറേ അങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞോളാൻ പറഞ്ഞു. ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ എന്തോരം അനുഭവങ്ങളുണ്ടെന്നറിയാം. ഒത്തിരി വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോരുത്തരെയൊക്കെ വിളിച്ച് വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്തൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തൊട്ടേനും പിടിച്ചതിനൊക്കെ പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. അവർ പലതും എന്നോട് പറയും, കിട്ടത്തില്ല, നടക്കത്തില്ല, അങ്ങനെയുള്ളൂ, ഇങ്ങനെയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വലിയ കൊടി പിടിച്ച പ്രവാചകന്മാർ വരെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ദൈവത്തോട് ഇതൊന്നും കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടേ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങനെ ഒന്ന് വിട്ടുവിക്കണമേ, അങ്ങനെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താണ്, നമ്മളെ തളർത്തി കളയത്തില്ല. കാരണം ഹിസ്കിയാവിൻ്റെ ചരിത്രം പറയുന്നുണ്ടല്ലേ, ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഹിസ്കിയാവ് എന്ത് ചെയ്തു? ചുമരിൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ആ നെഗറ്റീവ് പറഞ്ഞ അതേ ദൈവദാസനെ തിരിച്ചു വിളിച്ചു, അല്ലേ? ദൈവത്തിൻ്റെ പ്രവാചകനെ തിരിച്ചു വിട്ടു. വേറെ ഒരാളെ പറഞ്ഞിരിക്കുവാണോ ചെയ്ത? അല്ല, ആ പുള്ളിനെ തന്നെ തിരിച്ചു വിട്ടിട്ട് ആ പുള്ളിയിലൂടെ തന്നെ പറഞ്ഞു, ദൈവം എന്താണ്, നിനക്ക് 15 വർഷം കൂടെ നിന്റെ ആയുസ് നീട്ടി തന്നേക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ തീർന്നു പോകുമെന്ന് പറഞ്ഞ അതേ പ്രവാചകനെ കൊണ്ട് 15 വർഷം കൂടെ ആയുസ് നീട്ടി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ നെഗറ്റീവുകളൊന്നും കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോകണ്ട. അപ്പോൾ തന്നെ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തോണം. പിന്നെ അവർ പറഞ്ഞത് നമ്മൾ റിപ്പീറ്റഡ് ആക്കാനും പോകണ്ട. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് ദൈവം എന്താണ്, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. ഓക്കെ, ദൈവം നമ്മൾക്ക് വാണിങ്ങുകളെ തരും, അതിനുള്ള പ്രതിവിധികളും ദൈവം തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ നെഗറ്റീവുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ അതിനെയൊക്കെ ക്യാൻസൽ ചെയ്തോണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇപ്പോൾ ആ സഹോദരിയോട് എന്താ പറഞ്ഞത്? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചു പറയണം, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥന ഒന്നും കൂടെ നമ്മളെ ശക്തിപ്പെടുത്തണം. അങ്ങനെയാണ് നമ്മൾ പിശാചിനെ ജയിക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒരിക്കൽ പറയാം. ഒരിക്കലും ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ അപ്പച്ചൻ പറഞ്ഞു, മോളെ എനിക്കിങ്ങനെ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, രാത്രിയിൽ ബൈബിൾ ഒന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല എന്നല്ല, അപ്പച്ചന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അപ്പച്ചന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ അപ്പച്ചനോട് ചാടി പറഞ്ഞു, അപ്പച്ചനൊരു കാര്യം ചെയ്യുക, അപ്പച്ചന് ഉറക്കമില്ലെന്നാണ് പറഞ്ഞത്, രാത്രിയിൽ ഉറക്കമില്ലെന്നല്ലേ പറഞ്ഞു. അപ്പച്ചനൊരു കാര്യം ചെയ്യുക, രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ബൈബിൾ അങ്ങ് വായിക്കാൻ പറഞ്ഞു. ബൈബിൾ അങ്ങ് വായിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പച്ചന് ദൈവം അതിന് വേണ്ടിയിട്ട് ദൈവം ഉറക്കം തരികയോ അല്ലെങ്കിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പച്ചൻ ഒരു കാര്യം ചെയ്തു, ബൈബിളിൽ നിന്ന് വായിച്ചോളാൻ പറഞ്ഞു. അപ്പച്ചൻ എന്നിട്ട് നെക്സ്റ്റ് സൺഡേ എന്നെ കണ്ടപ്പോൾ എന്നെ പറഞ്ഞതെന്നറിയുമ്പോൾ, മോളെ നീ പറഞ്ഞത് പോലെ ഞാൻ ബൈബിൾ വായിച്ചു, ഇപ്പോൾ എനിക്ക് ബൈബിൾ തുറക്കുമ്പോഴേ ഉറക്കം വരുമെന്നു. രാത്രിയിൽ അപ്പച്ചന് ഉറക്കമില്ലെന്ന് അപ്പച്ചൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് നടന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. കാരണം അപ്പച്ചൻ ഇങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു, മോളെ ഇപ്പോൾ എനിക്ക് ബൈബിൾ തുറക്കുമ്പോഴേ ഉറക്കം വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പിശാച് നമ്മൾക്കെതിരെ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ പിശാച് നമ്മൾക്കെതിരെ ഏത് കുരുക്കൊരുക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതുപോലെ തന്നെ പിശാച് നമ്മളുടെ ഉറക്കം കെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗം ബൈബിൾ അങ്ങെടുത്ത് വായിച്ചോണം. അപ്പോൾ പിശാച് എന്ത് വിചാരിക്കും? ഓ, ഇത് വലിയ കുരുക്കായി പോകല്ലേ, ഇവർക്ക് ഞാൻ ഉറക്കം, അല്ലെങ്കിൽ ഇവന് ഞാൻ ഉറക്കം കെടുത്തിയപ്പോൾ ഇവനാണ്ടെ ദൈവത്തോട് അടുക്കുവാണല്ലോ. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് പൊക്കോളും. കാരണം ഈ പിശാച് വചനത്തിന് മുമ്പിൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിടിച്ചു നിൽക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യണം. കാരണം പിശാചിനെ നമ്മൾ ജയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പിശാചിനെ കീഴ്പ്പെടുവാനല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവനെ ജയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? നമ്മൾ ഇരുന്നോണം, എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചോണം. ഇനി നമ്മൾ സ്തുതിഗീതങ്ങൾ പാട്ട് പാടണം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാട്ട് പാടണം. ദൈവത്തിൻ്റെ അല്ലേ എന്തോരം നല്ല നല്ല പാട്ടുകൾ പണ്ടത്തെ ഭക്തന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് പാടണം. പിന്നെ വചനം എടുത്ത് വായിക്കണം. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന വചനങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടങ്ങ് നടക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ വരും. അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും പിശാച് നമ്മളെ കൊണ്ട് നോ പറയിപ്പിക്കുന്നിടത്ത് നമ്മൾ യെസ് പറയിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തിക്കുവാൻ പറ്റുന്നത് നമ്മൾ ചെയ്തോണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? പിശാച് എപ്പോഴും എന്താണ്, അതിന് വ്യക്തികളെ, ചിലപ്പോൾ ദേവദാസന്മാരെ വരെ കയ്യിലെടുക്കും. എന്തിനാണ് എടുക്കുന്നത്? നമ്മളെ തളർത്തിക്കളയണം, നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്തണം. എന്തിനാ? നമ്മൾ പ്രാർത്ഥിക്കരുത്, നമ്മളുടെ വിശ്വാസം ക്ഷയിച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് വിഷയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണം. നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ വിശ്വാസത്തെയൊക്കെ തകർത്ത് കളയണം. ഇതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏത് കൊടി പിടിച്ച ദൈവദാസനാണെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്തോണം. ഇനി ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒക്കെ എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഒരാളുടെ വിശ്വാസത്തെ കെടുത്തുന്നവരാകരുത്, നമ്മുടെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവരാകരുത്. നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നവരായിരിക്കണം, അവർക്ക് വിശ്വാസത്തിൽ ഉറപ്പ് കൊടുക്കുന്നവരായിരിക്കണം, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തകർത്ത് കളയുന്നവനോ തളർത്തി കളയുന്നവനോ അല്ല. നമ്മളെ നമ്മളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഈ പ്രവാചകന്മാരുടെയൊക്കെ പുറകെ പോകുന്നത് കുറേയൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അത്ര നമുക്ക് ഉറപ്പുള്ള ദേവദാസന്മാരെയൊക്കെ നമ്മൾ വിളിക്കാവുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ചുമ്മാ അവരിലും കൃപ പോയി കിടക്കുമായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കൃപയും കൂടി കളയും. ഇത് അങ്ങനെ തന്നെയാണ്. ഈ എന്താ പറയുക, ഈ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ തണുത്തുറഞ്ഞു പോകുന്നവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ട് ചെന്നാലും അവരെന്ത് ചെയ്യും? അവരതിനെ ഒന്നും കൂടെ ഊതി വീർപ്പിക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ വിഷയം ഒന്നും കൂടി ഊതി വീർപ്പിച്ച് തരത്തേ ഉള്ളൂ. അവരൊരിക്കലും നമുക്ക് ആശ്വാസകരായിട്ട് മാറത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ വിടുതലും നമ്മൾക്ക് തരുന്നതും എന്തുമാകട്ടെ, പിശാച് നമ്മൾക്കെതിരെ എന്ത് നെഗറ്റീവ് എഴുതി വെച്ചാലും, വ്യക്തികൾ നമ്മൾക്കെതിരെ എന്ത് നെഗറ്റീവ് എഴുതി വെച്ചാലും, ദൈവമാണ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ ദൈവം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ പറ്റിച്ചേർന്നിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ദൈവം നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മളെ തളർത്തി കളയുന്ന ദൈവമല്ല, ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നമ്മൾ ആ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ മതി. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.